Hi guys, welcome back. Deepak here. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രിങ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ട്രിങ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടെ സ്ട്രിങ് ഫങ്ഷൻസ് നോക്കാൻ പോവാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് 4 സ്ട്രിങ് ഫങ്ഷൻസ് നോക്കാനുണ്ട്. ആൻഡ് ആ 4 സ്ട്രിങ് ഫങ്ഷനിൽ 2 സ്ട്രിങ് ഫങ്ഷൻ മാനിപ്പുലേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യാനും ബാക്കി അല്ലാതെ മാനിപ്പുലേഷൻ ഫങ്ഷൻ ഉപയോഗിക്കാതെയും ബാക്കി രണ്ടെണ്ണം ജസ്റ്റ് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ആ പറയാൻ പറ്റുന്ന രണ്ടെണ്ണം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിനെ എനിക്ക് ഫുൾ ക്യാപിറ്റൽ ആക്കാം. ഓക്കെ, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാക്കാം. ഹൗ ടു ഡു ദാറ്റ്? ആൻഡ് അത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ആദ്യം സ്ട്രിങ് എടുക്കുന്നു. പ്രിന്റ് എൻ്റർ ദി സ്ട്രിങ്. Then scanner %s. ഓക്കെ, അപ്പോൾ എന്ത് വേണ്ട? ആംപർസൻഡ് വേണ്ട. ജസ്റ്റ് അപ്പർ ആക്കാൻ വേണ്ടി ജസ്റ്റ് str ഓക്കെ upr എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, str upr. ആൻഡ് അതിനകത്തേക്ക് നമ്മൾ സ്ട്രിങ് പാസ് ചെയ്യുന്നു. നമ്മുടെ s1 ആണ്. ജസ്റ്റ് നമുക്ക് ഈ s1 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ %s, s1. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ സ്ട്രിങ് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ പേര് തന്നെ എടുക്കാൻ ചെയ്തു. ഓക്കെ, ഫുള്ള് ക്യാപിറ്റലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഫുള്ള് ക്യാപിറ്റലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് str upr. ഇനി str അപ്പർ കേസിലേക്ക് മാറ്റാം. ഇനി lwr ഉണ്ട്. ഓക്കെ, lwrൽ നമ്മുടെ അപ്പർ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലോവർ ലെറ്റർ ആക്കുക. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാം ക്യാപിറ്റലിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ഫുൾ സ്മോൾ ലെറ്റർ ഉണ്ടാവും. ഇത് സ്ട്രിങ്ങിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ക്യാരക്ടറിൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണെന്ന് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നതിനോട് പറയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് സെക്കൻഡ്. അടുത്തത് കോൺകാറ്റിനേഷൻ എന്ന് പറയും. ജസ്റ്റ് എ കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഒരു 2 സംഭവമുണ്ട്. 2 സംഭവത്തോടെ ഒന്നിച്ച് ചേർക്കാൻ പോവാം. 2 സ്ട്രിങ്, ഇപ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം രണ്ടിനോട് ചേർത്ത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവാം. അല്ലെങ്കിൽ 2 വാക്കുകൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫുൾ സ്ട്രിങ് എൻ്റർ ചെയ്യുന്ന പകരം നമ്മൾ 2 സ്ട്രിങ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് 2 കൂടെ ഒന്നിച്ച് ചേർക്കാൻ പോകും. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സ്ട്രിങ് എടുത്തു. എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ്. ആൻഡ് അതേപോലെ നമുക്ക് എന്തുകൂടെ വേണം? സെക്കൻഡ് സ്ട്രിങ് കൂടെ വേണം. എൻ്റർ ദി സെക്കൻഡ് സ്ട്രിങ് ആൻഡ് ദാറ്റ് ഈസ് s2. ഓക്കെ, ആൻഡ് ഇവിടെ strcat. ഓക്കെ, strcat സ്ട്രിങ് കോൺകാറ്റിനേഷൻ. ഞാൻ ഇവിടെ s1, s2 എന്ന് കൊടുക്കാം. ഞാൻ s1 പ്രിന്റ് ചെയ്തു. എന്ത് വരും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ് ഞാൻ ദീപക് ആൻഡ് ഹായ് പ്രിന്റ് ആയത് ദീപക് ഹായ് എന്നാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ കൂടെ സെക്കൻഡ് സ്ട്രിങ് ചേർത്ത് വെച്ചു. നമ്മളിവിടെ തിരിച്ചാണ് വയ്ക്കുന്നതെങ്കിലും s2 s1 ആൻഡ് s1 പ്രിന്റ് ചെയ്തു. ഹായ് ഹലോ ഹായ് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ ചെയ്തേക്കുന്നത് s2ലേക്ക് s1 വെച്ചേക്കാണ്. s2ന് ശേഷം s1 വരും. സോ നമുക്ക് s2 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്ട്രിങ് ഹായ്, സെക്കൻഡ് സ്ട്രിങ് ഹലോ ഹായ്. ഓക്കെ, സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ കൂടെ ഫസ്റ്റ് സ്ട്രിങ് വെച്ചേക്കുക. ഇതാണ് കോൺകാറ്റിനേഷൻ. നമ്മൾ മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യും. ഇനി മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ഇല്ലാതെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്ട്രിങ്ങിൻ്റെ ഇപ്പോൾ നമുക്ക് ഹായ് ഹലോ തന്നെ എടുക്കാം. ഹായ് എന്ന് പറയുമ്പോൾ HAI ആൻഡ് അവസാനം ഒരു നൾ ക്യാരക്ടർ ഉണ്ടല്ലേ. ദെൻ ഹലോ. ഓക്കെ, ഹലോ HE അല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? ഈ സംഭവം മാറ്റണം. ഈ നൾ ക്യാരക്ടർ മാറ്റിയിട്ട് ഇതിനെടുത്ത് ഇങ്ങോട്ട് വെക്കണം. റൈറ്റ്, Hനെ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഞാൻ ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് സെക്കൻഡ് സ്ട്രിങ് വെക്കാൻ പോവാണേ.
അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് എത്ര ആയിരിക്കും? ഇത് 0 1 2 3. അതായത് എവിടെ തുടങ്ങണം? സ്ട്രിങ്ങിൻ്റെ ലെങ്തിൽ തുടങ്ങണം. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്തിൽ തുടങ്ങി എവിടെ വരെ പോകണം? അപ്പോൾ ടോട്ടൽ ലെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ട്രിങ്ങിൻ്റെ നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്ര ആയിട്ട് മാറും? ജസ്റ്റ് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് പ്ലസ് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അല്ലേ? ആ ലെങ്ത് അവസാനം വരെ പോകണം? വേണ്ട, അവസാനത്തിനകത്ത് നമുക്ക് വെക്കേണ്ടത് നൾ ക്യാരക്ടറാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമ്പാരിസണിലോട്ട് പോവാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കണം. ഞാൻ L1 L2 എന്ന് എടുക്കാം. ഓക്കെ, ലെങ്ത് 1 ലെങ്ത് 2 = 0. ജസ്റ്റ് നമുക്ക് ആ രണ്ട് ലെങ്ത് ഒന്ന് ഫൈൻഡ് ചെയ്യാം. L1 = strlen. ഓക്കെ, strlen S1. Then length 2 strlen 2. നമുക്ക് എവിടെ തുടങ്ങേണ്ടത് നമുക്കറിയാം. ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ ലെങ്തിലാണ് തുടങ്ങുന്നത്. സോ ഐ റൈറ്റ് ഫോർ ലൂപ്പ് I = length 1, I less than എവിടെ വരെ പോകണം? രണ്ട് ലെങ്തിൻ്റെ സം, length 1 plus length 2. Then I plus plus. ഇനി നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഐയിലേക്ക് S1-ൻ്റെ ഐയിലേക്ക് S2-ൻ്റെ കറക്റ്റ് ഇൻഡെക്സ് കിട്ടണം. ഹൗ ടു ഡു ദാറ്റ്? ഓക്കെ അല്ലേ? ഇവിടെ എടുത്തു വെക്കേണ്ടത് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ 0th ഇൻഡെക്സ് ആണ് നമ്മൾ എടുത്തു വെക്കുന്നത്. 0 1 2 3 4. ഓക്കെ, ലെങ്ത് 5 ആണ്. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ 0th ഇൻഡെക്സ് അതെങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാൽ. ജസ്റ്റ് ലെങ്ത് 3 ആണ്, അതിൽ നിന്ന് 0 മൈനസ് ചെയ്തു. ഓക്കെ, വാട്ട് ഈസ് ഐ? അത് ഞാൻ മൈനസ് ചെയ്തു. ഓക്കെ, ഇവിടെ 0 അല്ല, ജസ്റ്റ് എത്രയാണ്? ലെങ്ത് 1 ആണ്. സോ ഞാൻ ഇവിടെ I മൈനസ് ലെങ്ത് 1 എന്ന് എടുക്കുക. I മൈനസ് ലെങ്ത് 1. ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ I എത്രയാണ്? I തുടങ്ങുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. ആൻഡ് 3 മൈനസ് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ 0th ഇൻഡെക്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തതിൽ 4 ആവും, 4 മൈനസ് 3 1 ആവും. അങ്ങനെ നമുക്ക് കിട്ടും. സോ ജസ്റ്റ് എന്തെന്ന് എഴുതാം? S1 of I = S2 of I മൈനസ് ലെങ്ത് 1. ഓക്കെ, ആൻഡ് അവസാനം എന്തുകൂടെ ചെയ്യാം? S1 of I = ഒരു നൾ ക്യാരക്ടർ വയ്ക്കാം. ആൻഡ് ഞാൻ S1 ചെയ്യാം. Just run again. Hi hello. Just simple. നമ്മൾ ഒറ്റ ലൈനിൽ എഴുതിയാണ് strcat concatenate. അത് നമ്മൾ ജസ്റ്റ് റൈറ്റ് 1 2 3 4 5 6 ലൈൻസ്. 6 ലൈൻസിൽ ഒരു ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ 2 ലൈൻ കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ 10 ലൈൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഈ ഇൻഡെക്സ് നിന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. ജസ്റ്റ് ഐയുടെ വാല്യൂ തുടങ്ങുന്നത് 0-ലല്ല. ഓർക്കുക, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്തിൻ്റെ അവിടെയാണ് തുടങ്ങുന്നത്. സോ 3 ആണ്. I 3 മൈനസ് ലെങ്ത് 1 3 0. അപ്പോൾ നമുക്ക് 0th ഇൻഡെക്സ് ഇരിക്കുന്നത് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടാണ് വായിക്കേണ്ടത്. ഇനി ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അടുത്തതാണ് സ്ട്രിങ് കമ്പാരിസൺ. ഓക്കെ, സ്ട്രിങ് കമ്പാരിസണിൽ ജസ്റ്റ് രണ്ട് സ്ട്രിങ്ങുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാം. ഈക്വൽ ആണോ അല്ലയോ എന്നൊക്കെ കമ്പയർ ചെയ്യാൻ പോവാം. പക്ഷെ അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഓക്കെ, ഇൻറ്റിജർ വാല്യൂ അനുസരിച്ചാണ് നമ്മളത് പറയാൻ പോകുന്നത്. ഇൻറ്റിജർ വാല്യൂ ഇപ്പോൾ തിരിച്ചു വരുന്ന വാല്യൂ -1 ആണെങ്കിൽ നമുക്ക് ആദ്യം പോസിറ്റീവ് എന്ന് പറയാം. 1 ആണെങ്കിൽ നമ്മൾ കൊടുക്കാൻ നേരത്തെ S1, S2 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ് ആണ് വരുന്നതെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. S1, S2. ഫസ്റ്റ് സ്ട്രിങ് ആണ് വരുന്നതെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. ഇനി രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണെങ്കിൽ S1 = S2 ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ദെൻ ഇപ്പോൾ സെക്കൻഡ് സ്ട്രിങ് ആണ് വരുന്നതെങ്കിൽ S1 < S2 ആണെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. ഇങ്ങനെ ഒരു 3 ഇൻറ്റിജർ വാല്യൂസ് ആണ് str, അതായത് സ്ട്രിങ് കമ്പയർ ചെയ്യുമ്പോൾ തിരിച്ചിട്ടുള്ളത്. സോ ഞാനിവിടെ റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് റിസൾട്ട്. ഇനി രണ്ട് സ്ട്രിങ് എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഞാൻ
റിസൾട്ടിനകത്തേക്ക് നമ്മുടെ സ്ട്രിങ് കമ്പയർ ചെയ്യാൻ strcmp ഓക്കെ strcmp രണ്ട് സ്ട്രിങ് s1, s2 രണ്ട് സ്ട്രിങ് കൊടുത്തു. ഇനി ഇവിടെ ഞാൻ റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വിൽ ബി പെർസെൻറ്റേജ് d, റിസൾട്ട്. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് സ്ട്രിങ് ഞാൻ ഇപ്പോൾ രണ്ട് ഈക്വൽ സ്ട്രിങ്സ് അടിക്കാൻ പോകാം. ക്യാറ്റ് 0 മീൻസ് എന്താ? ആ സ്ട്രിങ്സ് ഈക്വൽ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂ എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ആർക്കൊന്നും മനസ്സിലാവില്ലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ചെക്ക് ചെയ്യും. ഇഫ് റിസൾട്ട് ഈക്വൽ ടു -1 ആണെന്ന് നോക്കാം. -1 ആണെങ്കിൽ s1 is less than s2. Okay. Else, if result is equal to 0, strings are equal. Okay, strings are equal. Then അടുത്തത് ജസ്റ്റ് എൽസ് കേസ് മാത്രം മതിയാവും. എന്നാലും നമ്മൾ ഒരു പെർഫെക്ഷന് വേണ്ടി ചെക്ക് ചെയ്യാണ്. എൽസ് മാത്രം മതി, 1 അല്ല പിന്നെ റിട്ടേൺ ആയിട്ട് വരും. s1 is greater than s2. ഇവിടെ യഥാർത്ഥത്തിൽ കമ്പയർ ആവുന്ന ഇതിന്റെ ആസ്ക്യൂ വാല്യൂസ് ആണ്. ഓരോ ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ ആസ്ക്യൂ വാല്യൂസ് തമ്മിൽ കമ്പയർ ആവും. അതാണ് സംഭവിക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഫസ്റ്റ് യു ക്ലിയർ ദിസ് ആൻഡ് റൺ ദിസ്. ഫസ്റ്റ് ഈക്വൽ സ്ട്രിങ്സ് അടിക്കാം. സ്ട്രിങ്സ് ആർ ഈക്വൽ. ഇനി ഈക്വൽ അല്ലാത്ത നമുക്ക് അടുത്തത് ക്യാറ്റ് string 1 is greater than string 2. കാരണം ആൽഫബറ്റിക്കലി ആദ്യം വരുന്നത് ഏതാണ്? സോറി, ഡോഗ് ആണ് വലുതല്ലേ. ആൽഫബറ്റിക്കലി വലിയ വാല്യൂ ഏതാ? ഡി ആണ്. എ ബി സി ഡി. സി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. അപ്പോൾ ഡി ആണ് വലുത്. സോ s2 ആണ് വലുത്. ഓക്കെ, നമുക്ക് അത് തന്നെ തിരിച്ചെഴുതി നോക്കാം. ഡോഗ് ആൻഡ് ക്യാറ്റ്. ഇവിടെ s1 ഗ്രേറ്റർ ദാൻ s2, അതായത് ഡി ആണ് വലുത്. സോ s1 ഗ്രേറ്റർ ദാൻ s2. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇപ്പോൾ ആദ്യത്തെ രണ്ട് ക്യാരക്ടർ സെയിം ആണെങ്കിൽ അടുത്ത ക്യാരക്ടറിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ ഓരോ ക്യാരക്ടറും ചെക്ക് ചെയ്തിട്ട് അവസാനം ഈ റിസൾട്ട് പ്രിന്റ് ആക്കത്തുള്ളൂ. ജസ്റ്റ് ക്ലിയർ ദിസ്. ഇപ്പോൾ നമ്മൾ ഏതാണ് strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇല്ലാതെ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ രണ്ട് സ്ട്രിങ് എടുത്തു. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, ലെങ്ത് 1 ഈക്വൽ ടു strlen ഓഫ് ഐ. ഞാൻ ഇവിടെ സോറി അല്ല s1. ഇവിടെ ഞാൻ ജസ്റ്റ് സ്ട്രിങ്സ് ഈക്വൽ ആണോ അല്ലയോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, വലിയ എന്താണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അങ്ങനെ നോക്കുന്നില്ല. ആൻഡ് ഇഫ് യു വാണ്ട് ഞാൻ താഴെ ഇതിൻ്റെ കോഡ് കൊടുത്തേക്കാം. ആൻഡ് ഗ്രേറ്റർ ആണോ അല്ലയോ എന്ന്. ആൻഡ് അത് ഇച്ചിരി ടഫാണ്, മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റൂല. ആൻഡ് സിംപ്ലിഫൈഡ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. സ്ട്രിങ്സ് ഈക്വൽ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഏത് സ്ട്രിങ് വലുതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്ട്രിങ്സ് ഈക്വൽ ആണോ അല്ലയോ അത്രയും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ജസ്റ്റ് ലെങ്ത് 2 ഈക്വൽ ടു strlen. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിപ്പോൾ സ്ട്രിങ്സ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ അങ്ങനെ പ്രിന്റ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വിത്തൗട്ട് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, വിത്തൗട്ട് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു ഇറ്റ്. അത് ഓരോരുത്തരുടെ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ദെൻ നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ നോക്കാൻ പോകുന്നത് ഇഫ് ലെങ്ത് 1 നോട്ട് ഈക്വൽ ടു ലെങ്ത് 2 ആണ്. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റും സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ. ഓക്കെ, സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ. Strings are not equal. Then else അപ്പോൾ അതിൻ്റെ അർത്ഥം രണ്ട് ലെങ്തും ഈക്വൽ ആണ്.
ഈക്വൽ ആണെങ്കിൽ ഞാൻ ഇതിനകത്തേക്ക് വരുന്നു. ഇതിനകത്ത് ജസ്റ്റ് റൺ എ ഫോർ ലൂപ്പ് I equal to 0, I less than length 1, length 1 or length 2 ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം, and I plus plus. Okay, then just if s1 of I equal to s2 of I, s2 of I അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വേറൊരു വേരിയബിൾ കൂടെ വയ്ക്കുകയാണ്. ജസ്റ്റ് റിസൾട്ട് മാറ്റി ഞാൻ കൗണ്ട് എന്ന് പറയുന്നൊരു വേരിയബിൾ വയ്ക്കുക. കൗണ്ട്, ജസ്റ്റ് കൗണ്ട്. ഈക്വൽ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് കൗണ്ട് വിൽ ബി സ്റ്റാർട്ടഡ് ഫ്രം 0. Then after this for loop, checking the value of count. കൗണ്ടിന്റെ വാല്യൂ ഞാൻ ചെക്ക് ചെയ്യാം. ഈക്വൽ ടു ഏതെങ്കിലും ഒരു ലെങ്ത് 1 ലെങ്ത് 2 രണ്ടും ഈക്വൽ ആണ്, ഏത് കൊണ്ടാണ് ചെക്ക് ചെയ്യാം. ഈക്വൽ ടു ലെങ്ത് 1 ആണ് പ്രിന്റ് strings are equal. Okay, else print strings are not equal. Okay, strings are not equal. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സിംപ്ലി ഞാൻ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ആദ്യം ഈക്വൽ സ്ട്രിങ്സ് പ്രിന്റ് ചെയ്യാം. സ്ട്രിങ്സ് ആർ ഈക്വൽ. ഫസ്റ്റ് സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ. ആൻഡ് ഈ ലെങ്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ. ആൻഡ് മറ്റേ പ്രോഗ്രാം മീൻസ് എങ്ങനെയാണ് കറക്റ്റ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അങ്ങനെ പ്രിന്റ് ചെയ്തത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു ടെക്സ്റ്റ് ഫയലായിട്ട്. യു ക്യാൻ ആക്സസ് ദാറ്റ്. ആൻഡ് ഇത്രേ ഉള്ളൂ സ്ട്രിങ്സ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ. ഇത്രയല്ല, കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ആൻഡ് മെയിൻലി ഈ ഫംഗ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ എന്നുള്ളത് അടുത്ത ഫംഗ്ഷൻ സ്ട്രിങ് റിവേഴ്സ് ആണ്. ഓക്കെ, അതുകൂടാണ് പറയുന്നത്. സ്ട്രിങ് റിവേഴ്സ് അതായത് എനിക്കൊരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിനെ എനിക്ക് റിവേഴ്സ് ചെയ്യണം. അതായത് ഇപ്പോൾ ദീപക് എന്നാണ് എൻ്റർ ചെയ്തേക്കുന്നതെങ്കിൽ തിരിച്ച് കെ തൊട്ട് പ്രിന്റ് ചെയ്തതാണ്. ഓക്കെ, ക്യാരക്ടർ അറിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആൻഡ് ജസ്റ്റ് ഇത്ര ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് അടുത്തത് strrev സ്ട്രിങ് റിവേഴ്സിൽ ഞാൻ s1 കൊടുക്കും. ഓക്കെ, then just a print percentage s, s1 and I am the okay, തിരിച്ചാണ് KPD. ഓക്കെ, ആൻഡ് തിരിച്ച് പ്രിന്റ് ചെയ്യാം. ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാം. അറേ റിവേഴ്സ് ചെയ്യുന്നത് നമുക്കറിയാം ഭയങ്കര പാടാണ്. ആദ്യത്തെ എടുത്ത് ഇങ്ങനെ വെച്ച് വേറൊരു അറേ ഉണ്ടാക്കി അതിനകത്ത് വെച്ച് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അതിനേക്കാൾ എളുപ്പത്തിൽ സ്ട്രിങ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ട്രിങ്സിൽ ജസ്റ്റ് strrev എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ സ്ട്രിങ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ സ്ട്രിങ്സ്. I hope this is clear. And after this we will talk about structures. Okay, structures and also one video is pending. അത് ചെയ്യണം. Then നമ്മൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് പോയിന്റേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ചെറിയൊരു വീഡിയോ, ഷോർട്ട് വീഡിയോ, നമുക്ക് പോയിന്റേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ആൻഡ് ദാറ്റ്സ് ഇനഫ് ഫോർ ദിസ് വീഡിയോ. ടിൽ ദെൻ നമുക്ക് അടുത്ത വീഡിയോ കണ്ടു വരാം. ടിൽ ദെൻ ബൈ.